യാതൊരു പരിചരണവും ആവശ്യമില്ലാത്ത ഒരു കൃഷിയാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്. നമ്മൾ പലരും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഇതിന്റെ വീഡിയോസ് ഇങ്ങനെ കാണുന്നുണ്ടാവും. എത്ര ആളുകൾ നമ്മൾ നട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ അതിൻ്റെ ഒരു പരിചരണം ഒന്നും ആവശ്യമില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഞാൻ കാണിച്ചു തരാം. ഇതിന് നമ്മൾ കേവലം ഇതിൻ്റെ തൈ കൊണ്ടുവന്നിട്ട് എവിടെന്നെങ്കിലും ഒരു തൈ കൊണ്ടുവന്ന് നട്ടാൽ മതി. വേറെ ഒരു പരിചരണവും ഇതിൻ്റെ ആവശ്യമില്ല. പരിചരിക്കുകയാണെങ്കിൽ അതിൻ്റെതായ ലാഭം, വിളവ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. പക്ഷെ ഒരു പരിചരണവും ആവശ്യമില്ലാതെ കുറഞ്ഞ സ്ഥലത്ത് ഈ സാധനം, ഈ ഒരു കൃഷി നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് എന്തെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 തൈകളാണ് ഇപ്പോൾ നട്ടിട്ടുള്ളത്. 3 തൈകളുണ്ട്. 3 തൈകളിൽ ഇതാണ് കുറച്ച് മുമ്പേ നട്ട തൈകൾ. ഇതിന് എനിക്ക് ഓരോ വർഷവും 8, 9, 10 കായകളൊക്കെ ഓരോ വർഷവും കിട്ടുന്നുണ്ട്. ഈ വർഷം ഒരുപാട് കായ കിട്ടിയിട്ടുണ്ട്. ഇതിന് പരിചരണം ഒന്നും ആവശ്യമില്ല എന്നുള്ളതിനുള്ള ഒരു തെളിവ് ഞാൻ കാണിച്ചു തരാം. ഒന്നാമതായത്, ഈ ഒരു തൈ നട്ടിട്ടുള്ളത് ഇതാണോ, ഒരു ടയർ ചീന്തിയിട്ട് ആ ടയറിലാണ് നട്ടിട്ടുള്ളത്. ടയറിന്റെ ഒരു പീസ് ആ ഒരു ടയറിൽ മാത്രമാണ് ഇതിന്റെ ഈ അത്രയും വലിയൊരു തൈയിന്റെ മുരട് കിടക്കുന്നത്. അതിന്റെ മുകളിൽ നിന്ന് എനിക്ക് കുറെ കായ പറിച്ചു. ഇപ്പോൾ തന്നെ കായ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തത് ആ പൂവ് ഇട്ടിട്ടുണ്ട്. അതിന്റെ ഇപ്പുറത്ത് ഇതിന്റെ മുകളിൽ നിന്ന് തന്നെ വെട്ടി ഉണ്ടാക്കിയിട്ടുള്ള തൈകളാണ് ഇവിടെ നട്ടിട്ടുള്ളത്. അപ്പുറത്ത് വേറൊരു തൈ, അതിന്റെ മുകളിലും പൂവിട്ടിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഇതാ പൂവിട്ടിട്ടുണ്ട്. ഇനി ഇതിന് പരിചരണം ആവശ്യമില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ തൈകൾ നടുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് ആവശ്യമില്ലാത്ത കുറച്ച് കഷ്ണങ്ങൾ, അതായത് ഒരു തണ്ടിൽ തന്നെ 4, 5 മുളകൾ വരുന്ന സമയത്ത് അതിൽ നമ്മൾ ചിലത് കട്ട് ചെയ്ത് ഒഴിവാക്കും താഴെ ഭാഗത്ത്. ആ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുള്ള കഷ്ണങ്ങളാണ് ഈ കിടക്കുന്നത്. ഇത് കഴിഞ്ഞ ഏകദേശം ഒരു 3 മാസത്തോളമായി ഈ ടെറസിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നത്. ഏകദേശം 30-32 ഡിഗ്രി ചൂടിൽ ഇങ്ങനെ കിടന്നിട്ട് ഈ സാധനം ഇതുവരെ ഇതാണോ നശിച്ചു പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ മഴ തുടങ്ങിയപ്പോൾ അതിന്റെ മുകളിൽ നിന്ന് മുളയ്ക്കാൻ തുടങ്ങിയതാ. അതിന്റെ മുകളിൽ നിന്ന് വളർന്നുണ്ടാവുന്നത് കണ്ട. ഇതിനെവിടെയില്ല, വേറെ ഇതൊന്നുമില്ല. ഇതിപ്പോ വെറുതെ ഇങ്ങനെ ഇവിടെ കൂട്ടിയിട്ടിക്ക, ഇതിങ്ങനെ വെറുതെ കൂട്ടിയിട്ടതാ. പക്ഷെ എന്താണോ, ഈ ടെറസിന്റെ മുകളിലാണ് ഇത് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന് കുറെ മണ്ണോ അതല്ലെങ്കിൽ കുറെ വളമോ അതല്ലെങ്കിൽ കുറെ പരിചരണമോ ഒന്നും ആവശ്യമില്ല. വെറുതെ നമ്മൾ ചെറിയ ഒരു കന്നാസിലോ അല്ലെങ്കിൽ ഒരു ബക്കറ്റിലോ അതല്ലെങ്കിൽ അതുപോലെ കുറച്ച് മണ്ണ് കൂട്ടിയിടാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഇത് കൊണ്ടുപോയി നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നല്ല വിളവ്, അതായത് പരിചരിക്കുന്നതിനനുസരിച്ച് നമുക്ക് നല്ല വിളവ് കിട്ടും. ഇതുപോലെ ഇതിപ്പോൾ ടെറസിന്റെ മുകളിലാണ്. ഇപ്പോൾ ഏകദേശം 1, 2, 3, 4, 5, 6 തൈകൾ ഇപ്പോൾ ഈ ഒരു ബാരലിൽ നടുക വളർന്നിട്ട് ഈ ബാരലിലാണ് നട്ടിട്ടുള്ളത്. പിന്നെ വെള്ളം നിൽക്കുന്നത് നമ്മൾ തുടക്കത്തിൽ നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് വെള്ളം നിൽക്കുന്നതിന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ചീഞ്ഞു പോകും സാധ്യത ഉണ്ട്. അല്ലാത്ത സമയത്തൊന്നും നമ്മൾ വിഷയമില്ല, കാരണം ഇതിൻ്റെ അടിയിൽ വെള്ളം നിൽക്കും. അപ്പോൾ എവിടെന്നെങ്കിലും ഒരു തൈ സംഘടിപ്പിച്ചിട്ട് നിങ്ങളെ വീട്ടിൽ ഇതൊന്ന് നടുക. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.